കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്ത് 3 സീറ്റുകളുമായി ബി.ജെ.പി. കരുത്തു തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ നിയമസഭയ്ക്കകത്ത് പാർട്ടിയെ നയിക്കാൻ പരിചയസമ്പന്നരായ ത്രിമൂർത്തികളെ തന്നെ രംഗത്തിറക്കാനാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി നേതാവാകാനാണ് സാധ്യതയേറുന്നത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തന പരിചയവും ഭരണഘടനാപരമായ അറിവും നിയമസഭയിൽ സർക്കാരിനെ നേടാൻ മുരളീധരന് കരുത്താകുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാകുന്നതിനും കേരളത്തിലെ വികസന അജണ്ടകൾക്ക് വേഗം കൂട്ടുന്നതിനും രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാങ്കേതിക വ്യവസായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം കേരളത്തിലെ യുവതലമുറയെ പാർട്ടിയോട് അടുപ്പിക്കാൻ സഹായിച്ചുവെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള ദൗത്യമാകും അദ്ദേഹം ഏറ്റെടുക്കുക. കേരളത്തിലെ ബി.ജെ.പി. വിജയത്തിന്റെ യഥാർത്ഥ നായകനായി പാർട്ടി കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് ബി ഗോപകുമാറിനെയാണ്. നിയമസഭയിൽ ആഞ്ഞടിച്ച് താരമാകാൻ ബി ഗോപകുമാറിന്റെ സാന്നിധ്യം ബി.ജെ.പിക്ക് വലിയ ഊർജ്ജമാകും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധവും പോരാട്ടവീര്യവും സഭയ്ക്കകത്ത് പാർട്ടിയുടെ ശബ്ദമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ഫലവുമായ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നേട്ടം ബി.ജെ.പിക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. തമിഴ്നാട്ടിൽ ADMK എന്ന അതിശക്തനായ ഘടകകക്ഷി കൂടി ഉണ്ടായിട്ടും കേവലം ഒരു സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാനായത്. എന്നാൽ കേരളത്തിൽ ഒരു പ്രബല മുന്നണിയുടെയും സഹായമില്ലാതെ 3 സീറ്റുകൾ നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അതീവ തൃപ്തരാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ബി.ജെ.പിയുടെ പ്രകടനത്തിൽ കേന്ദ്ര നേതൃത്വം പുലർത്തുന്ന ഈ സംതൃപ്തി വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കും.